ഹായ് ഫ്രണ്ട്സ്, ഗോൾഡ് ഫിഷ് എന്ന് പറയുന്ന മത്സ്യത്തെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അത് നമ്മുടെ കേരളത്തിലായിക്കോട്ടെ, ലോകത്തായിക്കോട്ടെ. ഗോൾഡ് ഫിഷിനെ ഇഷ്ടപ്പെടാത്തവരും വളർത്താത്തവരുമായിട്ട് നമ്മുടെ ഈ ലോകത്ത് തന്നെ ഇല്ല. മനുഷ്യർ വളർത്താൻ തുടങ്ങിയ ഏറ്റവും ആദ്യത്തെ വളർത്തു മത്സ്യമാണ് ഗോൾഡ് ഫിഷ്. ഗോൾഡ് ഫിഷ് ഒരു ശുദ്ധജല മത്സ്യമായ ഇവയെ കാർപ്പ് കുടുംബത്തിൽപ്പെട്ടവയാണ്. ഏഷ്യൻ വംശജരായ ഇവയെ ഏകദേശം 1000 വർഷം മുമ്പ് ചൈനയിലാണ് ആദ്യം വളർത്താൻ തുടങ്ങിയത്. അതിൽ പിന്നെയേറെ വെറൈറ്റീസും മ്യൂട്ടേഷൻസും ബ്രീഡും ചെയ്ത് ഇപ്പം നമ്മുടെ ലോകമെമ്പാടും ഗോൾഡ് ഫിഷിൻ്റെ എണ്ണം കൂടിയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഗോൾഡ് ഫിഷിനെ പറ്റി പറയുകയാണെങ്കിൽ, ഗോൾഡ് ഫിഷിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 10 തൊട്ട് 15 വർഷം വരെയാണ്. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 20 വർഷം. ഈ ലോകത്ത് ഗോൾഡ് ഫിഷ് ഏറ്റവും കൂടുതൽ ജീവിച്ചിരുന്നത് 40 വർഷമാണ്. അതെന്ന് പറഞ്ഞാൽ കൂടുതൽ കെയറിങ് കൊടുത്തിട്ടാണ് അത്രയും നാൾ അത് ജീവിച്ചിരുന്നത്. നമ്മൾ പിന്നെ കണ്ടിട്ടുണ്ട് ഗോൾഡ് ഫിഷിനെ ബൗളിലിട്ടും ചെറിയ പാത്രത്തിലിട്ടും അക്വേറിയങ്ങളിലും ടാങ്കിലും ഫ്രിഡ്ജ് ബോക്സിലും വലിയ വലിയ കുളങ്ങളിലും എല്ലാം വളർത്തുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ ഈ ചെറിയ പാത്രത്തിലും ബൗളിലൊക്കെ ഗോൾഡ് ഫിഷ് എത്ര കാലം കിടക്കുമെന്ന് നിങ്ങൾക്കറിയാം? ഗോൾഡ് ഫിഷ് പാത്രങ്ങളിലായിക്കോട്ടെ, ചെറിയ പാത്രങ്ങളിലായിക്കോട്ടെ, ബൗളിലായിക്കോട്ടെ, അതിൽ കിടക്കുന്നത് ഒരു 2 or 3 ഇയേഴ്സാണ് ഗോൾഡ് ഫിഷ് കിടക്കുന്നത്. പിന്നെ ഗോൾഡ് ഫിഷിൻ്റെ വെറൈറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ സാധാരണമായി കാണപ്പെടുന്നത് റെഡ്, ഓറഞ്ച്, യെല്ലോ, ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ, സിൽവർ ആൻഡ് ഓൾമോസ്റ്റ് എനി കോമ്പിനേഷൻ ഓഫ് ദ കളേഴ്സ്. എന്ന് പറയുമ്പം റെഡും വൈറ്റും വരാം, അല്ലെങ്കിൽ ബ്ലാക്കും ഓറഞ്ചും വരാം, അല്ലെങ്കിൽ ബ്ലാക്കും യെല്ലോയും വരാം, അല്ലെങ്കിൽ വൈറ്റും ബ്ലാക്കും വരാം. അങ്ങനെ പല കളർ കോമ്പിനേഷൻസ് കയറി വരുന്ന ഗോൾഡ് ഫിഷൻസ് ഉണ്ട്. അപ്പോൾ മച്ചാന്മാരെ, ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണിത്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനായിട്ടുണ്ടെങ്കിൽ, പെറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ, അത് ആനിമൽസ് ആയിക്കോട്ടെ, ബേർഡ്സ് ആയിക്കോട്ടെ, അതുപോലെ ഫിഷസ് ആയിക്കോട്ടെ, എനിത്തിങ് പെറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ആണെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ നിന്നും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ അകത്ത് ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നേരെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓൾ ടൈം ആക്റ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയക്കാം. പിന്നെ ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് എൻ്റെ അഭിപ്രായം അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ദ 13 വെറൈറ്റീസ് ഓഫ് ദ ഗോൾഡ് ഫിഷ്.